മലങ്കര കാത്തലിക് ടി.വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്നേഹം മമദീപം എന്ന ജീവിത ആദർശവുമായി 42 വർഷക്കാലം തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായും മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായും നമ്മുടെ ഇടയിൽ ജീവിച്ച ഭാഗ്യസ്മരണാർഹനായ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്മരണ നിലനിർത്തുവാൻ തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് മുമ്പ് 2008 നവംബർ മാസം 17-ാം തീയതിയാണ് ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് സ്നേഹവീട് എന്ന പേരിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. തെരുവിൽ അലയുന്ന, മനോബലം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ജാതിമത ഭേദമന്യേ സംരക്ഷിക്കുവാൻ ഒരിടം എന്ന നിലയിലാണ് സ്നേഹവീട് വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ഒരു വലിയ കേന്ദ്രത്തിൻ്റെ നെറുകയിൽ സ്ഥാപിച്ചത്. 12 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ സ്ഥാപനം ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷം പകർന്നു നൽകുന്ന മനോഹരമായ ഇടങ്ങളിൽ ഒന്നായി മാറി. കഴിഞ്ഞ 12 വർഷക്കാലവും ഈ പാവപ്പെട്ട നിരാലംബരായ മനുഷ്യരെ കാത്തു പരിപാലിക്കുക എന്നൊരു വലിയ ശുശ്രൂഷ, സ്നേഹ ശുശ്രൂഷ നൽകപ്പെട്ടത് മേജർ അതിരൂപതയിലെ വൈദികനായ ബഹുമാനപ്പെട്ട ജോഷുവ കന്നിലേത്ത് അച്ഛനിലാണ്. 12 വർഷക്കാലം അവരോടൊത്ത് ജീവിച്ച് അവർക്ക് വേണ്ടി തൻ്റെ ആരോഗ്യവും സമയവും ശുശ്രൂഷയും മുഴുവൻ വ്യയം ചെയ്ത ഈ നന്മ മരത്തെയാണ് ഹൃദയപൂർവ്വം പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട ജോഷുവ അച്ഛ, നമസ്കാരം. നമസ്കാരം. സ്നേഹവീട് ആരംഭിക്കുമ്പോൾ ഇതാരെ ഏൽപ്പിക്കും എന്നുള്ളത് പിതാവിൻ്റെ ഒരു വലിയ ഉത്കണ്ഠയായിരുന്നു. ആർക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് പെട്ടെന്ന് പിതാവിൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു പേരാണ് ജോഷുവ അച്ഛൻ്റേത്. കാരണം ഇത്തരമൊരു ശുശ്രൂഷയ്ക്ക് ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സ് എന്നതിനപ്പുറത്ത് ഒരു ശക്തമായ ഉൾപ്രേരണ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരാൾ ഈ നിയോഗം ഏറ്റെടുത്തെങ്കിലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. 12 വർഷമായിട്ടും മടുപ്പില്ലാതെ ഈ ഒരു ശുശ്രൂഷ അച്ഛൻ അഭ്യുന്യ മാർ ക്ലീമീസ് ബാവ തിരുമേനി ഏൽപ്പിച്ചപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ഇന്നും തുടരുകയും ചെയ്യുന്നു. എന്താണ് മടുപ്പില്ലാതെ ഈ ശുശ്രൂഷ സ്നേഹവീട്ടിൽ തുടരുന്നതിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ ദൈവപരിപാലന ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും മടുക്കത്തില്ല. അതാണ് എൻ്റെ അടിസ്ഥാന കാര്യം. ദൈവപരിപാലനയിലാണ് മാർ ഇവാനിയോസ് തിരുമേനി തന്നെ ദൈവപരിപാലനയുടെ ഉദാത്തമായ ഉദാഹരണമാണല്ലോ. എന്ന് ചോദിക്കുമ്പോൾ ദൈവം നമ്മെ പരിപാലിച്ചുകൊള്ളും എന്നാണല്ലോ മുണ്ടമ്മലിൽ നിറങ്ങുമ്പോൾ മാർ ഇവാനിയോസ് തിരുമേനി പറഞ്ഞ വാക്ക്. ആ വാക്ക് എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള അല്ല. അതുകൊണ്ട് തന്നെ ദൈവപരിപാലന എനിക്ക് നല്ല ഉറപ്പാണ്. തിരുമേനി ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവപരിപാലനയിൽ ചെയ്യാൻ നോക്കും, പിന്നെ മടുപ്പ് തോന്നുന്നില്ല. അതിന് പിന്നെ മടുപ്പങ്ങനെ തോന്നും. ദൈവം പരിപാലിക്കുന്നുണ്ട്, പിന്നെ മടുക്കാനും പോകും. അതാണ് എൻ്റെ അടിസ്ഥാന കാരണം. ദൈവപരിപാലന ഉണ്ട്, അതുകൊണ്ട് തന്നെ ദൈവഹിതമാണ്. ദൈവപരിപാലന എന്ന് പറയുമ്പോൾ ദൈവഹിതമാണല്ലോ. പിന്നെ നമുക്ക് മടുപ്പ് തോന്നുകയല്ല. എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ മടുപ്പ് തോന്നും. ഞാൻ ദൈവത്താൽ നിർബന്ധിതനാകുമ്പോൾ മടുപ്പ് തോന്നുകയില്ല. ഏത് കാര്യവും അതാണ്. ഇതിപ്പം സ്നേഹപുരി ശുശ്രൂഷയല്ല, ഏത് ശുശ്രൂഷയും ദൈവത്താൽ നിർബന്ധിതമാണ് എങ്കിൽ മടുപ്പ് തോന്നത്തില്ല. കാരണം അത് ദൈവം നടത്തുകയാണല്ലോ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് കഴിയുമ്പം മൊണോട്ടണസ് ആവും. അതാണ് എൻ്റെ. ഇനിയും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഈ അച്ഛൻ ഒന്നാമത്തെ ഉത്തരത്തോടു കൂടി തീർക്കുകയാണ് ചെയ്തത്. കാരണം ഇനി അവിടുത്തെ ശുശ്രൂഷകളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ദൈവപരിപാലനയിലല്ലാതെ നമുക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വരുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും.
എൻ്റെ ഒരു സംശയം, നമുക്ക് വേറെ ഏത് ഇടത്തും നമുക്ക് വാക്കാൽ അല്ലെങ്കിൽ എഴുതി വെച്ച കുറേയേറെ നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് പാലിക്കുന്ന ഒരു മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് താമസിക്കുന്നത്. പക്ഷേ സ്നേഹവീട്ടിൽ അതല്ല. എന്തു പറഞ്ഞാലും അത് മറന്നു പോകാൻ സാധ്യതയുള്ളവർ, അത് മനസ്സിലാക്കാൻ ബുദ്ധിപരമായ വൈകല്യങ്ങളുള്ളവർ, അല്ലെങ്കിൽ തന്നെ അവരുടെ മനോനില തെറ്റിയത് കാരണം അതേപടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ, എന്നിട്ടും വലിയ അപകടങ്ങളില്ലാതെ സ്നേഹവീട് ഇങ്ങനെ പോവുകയാണ്. അതെ, സ്നേഹവീട് ആരംഭിക്കുന്ന കാര്യം തിരുമേനി പറയുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ ഇതേ സമാന ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അന്നേരം ഒരു ഹൃദയത്തിൽ ചിന്ത കൊണ്ടു നടക്കുമ്പോഴാണ് തിരുമേനി എന്നോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭ്യമായൊരു വചനമുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 44:28. അതിൽ പറയുന്നത്, ഞാനാണ് അവരുടെ അവകാശം, ഞാനാണ് അവരുടെ സമ്പത്ത്. അപ്പം മനോനില താറുമാറായ ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തമ്പുരാനാണ് അവരുടെ അവകാശമെങ്കിൽ, തമ്പുരാനാണ് അവരുടെ സമ്പത്തെങ്കിൽ പിന്നെ ഇടം വരെ നോക്കണ്ട. അവരെല്ലാം ആ വചനം എഴുതപ്പെട്ടെ. അച്ഛൻ പറഞ്ഞ് എഴുതപ്പെട്ടതെല്ലാം ഈ വചനം എഴുതപ്പെട്ടിരിക്കുക. ഈ വചനം തന്നെ അവിടെ നിവൃത്തിയാക്കപ്പെടും. അത് സംശയമൊന്നുമില്ല. എൻ്റെ ഒരു താത്വികമായിട്ട് പറയുന്നതല്ല, പ്രായോഗികമായി അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ് ശുശ്രൂഷ. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇപ്പോഴേ ഞാൻ പറയുന്നത്, അവിടെ ഡയറക്ടറെന്ന് ഇന്നേവരെ ആർക്കും പിതാവ് ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ എന്ന കൽപ്പന ഇതുവരെ കൊടുത്തിട്ടില്ല 12 വർഷമായിട്ട്. കാരണം കർത്താവാണ് ഡയറക്ടർ, ഞാൻ ശുശ്രൂഷകൻ മാത്രമാണ്. അപ്പം 12 വർഷമായിട്ടും ഇന്നും പിതാവ് രാവിലെ വന്നു. 12 വർഷമാണ് ദിവസമായിരുന്നു വിശുദ്ധ കുർബാന എന്ന് ചൊല്ലിയത് പിതാവാണ്. അവൻ്റെ ഒപ്പം ഞങ്ങളുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെ ഉണ്ട്, ഡയറക്ടറില്ല. പിന്നെ നൈയാമികമായി ഡയറക്ടർ എന്നൊക്കെ പറയുന്നു. ഏതാ സർക്കാരിന് മുമ്പിൽ ഡയറക്ടർ വേണം, ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണം, അതിനൊക്കെ പറയുന്നതല്ലാതെ എന്നാൽ അങ്ങനെ കൽപ്പന തിരുമേനി തന്നില്ല. അതുതന്നെ ദൈവപരിപാലനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കർത്താവാണ് ഡയറക്ടർ. കർത്താവ് അവിടെ എഴുന്നള്ളിയിരിക്കുക, തമ്പുരാനം ചെയ്തോളും, നമ്മൾ ഇന്ന് കൊടുത്താൽ മതി. അതുതന്നെയാണ് എൻ്റെ. അതുകൊണ്ട് ആളുകൾ അനുസരിക്കത്തില്ലേ, പ്രശ്നങ്ങളുണ്ടാവും. ഒരുപക്ഷേ മനോദൗർബല്യമുള്ളവർ എന്ന് പറയുന്നവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പം കേട്ടോ. എല്ലാവരും പറയുന്നത് ബുദ്ധിമുട്ടാണ്, അവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പം. നമ്മളെപ്പോലുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ സ്നേഹവീട്ടിൽ പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവിടെ മറ്റ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നു, ധ്യാനം നടത്തുന്നു, കണ്ടിന്യൂസായ പ്രാർത്ഥനകൾ നടക്കുന്നു. സാധാരണ ഇത്തരം ഒരു സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുന്നത് ആരാ? അങ്ങനൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇതെല്ലാം അവിടെ നടക്കുന്നു. ഈ പറയുന്ന ആളുകൾ അതിൻ്റെ എല്ലാം ഭാഗമാകുന്നു. പിതാവിൻ്റെ കൂടെ തന്നെ പല പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളപ്പോഴും പിതാവ് ചൊല്ലുന്ന വിശുദ്ധ കുർബാനയിൽ അവിടെ രോഗികളായി വന്ന അന്തേവാസികൾ വിശുദ്ധ കുർബാനയ്ക്ക് ധൂപം വീശുകയും വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. അവർക്ക് മുൻ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. ഈ സ്നേഹവീട്ടിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ആദ്യം ഒരു വിശുദ്ധ കുർബാന തന്നെ കാണുന്നത്. എന്നിട്ടും അവർ ഇതിനെയൊക്കെ മനസ്സിലാക്കുകയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്? അത് ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായി. ശീമനമസ്കാരം പോലും എന്നേക്കാൾ മെച്ചമായിട്ട് അവർ ചൊല്ലും. അല്ല, അച്ഛനേക്കാൾ മെച്ചമായിട്ട് അവർ പ്രാർത്ഥന, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയോ പ്രാർത്ഥനയോ ഒക്കെ ഞായറാഴ്ച പ്രാർത്ഥന. ഞാൻ പറഞ്ഞത്, മനോദൗർബല്യമുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൈ കൊടുത്തപ്പോൾ പിന്നെ ദൈവം നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഒരു അച്ഛൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞത് അവസാനത്തെ വരെ പറഞ്ഞു എന്ന് പറയും. അതെല്ലാം വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഏതൊരു കാര്യം അല്ല, ഇവർ നമ്മുടെ കുർബാന പഠിക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നത് ചോദിച്ച് മനസ്സിലാക്കാനോ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഈ വായിക്കാനോ ഒക്കെ അവർ നമ്മളത് റീഹാബിലിറ്റേഷൻ അല്ല. ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട് എല്ലാ കാര്യത്തിലും വന്ന് പാട്ടൊക്കെ പാടുന്നത്. അല്ല, അതായത് ലത്തീൻ റീത്തിൽ നിന്നുള്ളവരുണ്ട്, മലബാർ റേറ്റിൽ നിന്നുള്ളവരുണ്ട്, നമ്മുടെ തന്നെയാണ്. അന്ന് അവരാരും കുർബാനയ്ക്ക് കൂടിയ ശീലമുള്ളവരൊന്നും അല്ല.
പക്ഷേ സ്വാഭാവികമായിട്ടും എന്നും കുർബാനയുണ്ട്, എന്നും പ്രാർത്ഥനകൾ നടക്കുന്നു. അപ്പോൾ അവരതിനകത്ത് ഉൾച്ചേരുന്നു. പിന്നെ നമ്മൾ ഇവരെ തിരിച്ച് റിഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം വായിക്കാൻ അക്ഷരം അറിയാവുന്നവരെയൊക്കെ നമ്മൾ അക്ഷരം ഓർമ്മിപ്പിക്കും. അതിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെയും അല്ലാതെയുമൊക്കെ പത്രം വായിക്കുന്നു. ചിലരാണെങ്കിൽ പത്രം വന്നാൽ അന്ന് തന്നെ വന്നെടുത്തിട്ട് ബോസിൻ്റെ പടം എന്ന് പറയും, നമ്മുടെ അച്ഛനോട് പറയും. തിരുമേനിയുടെ പടം കണ്ടാൽ നമ്മുടെ അച്ഛന്മാർ അവിടെ വന്നിട്ടുള്ളവരെയൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ കണ്ട ഉടനെ ഇത് കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. കാരണം അവർക്ക് അക്ഷരവും വായനയില്ല, പക്ഷേ എന്നാലും പത്രം നോക്കി എന്തൊക്കെയോ വാർത്തകൾ നമ്മളെ കൊണ്ട് കാണിക്കും. ഞാൻ പറഞ്ഞത് ഈ അവരുടെ ഓർമ്മയുടെ തലങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല പ്രസംഗകർ, നല്ല ഡിഗ്രി ഉള്ളവർ ഒക്കെ അതിനകത്ത് ഉണ്ടല്ലോ. MTech-കാർ, MA ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവരൊക്കെ പുസ്തകം എഴുതുന്നവരൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവർക്കതിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും കുറേ, അപ്പോൾ ഇത് ഒരു കൂട്ടർക്ക് തിരിച്ചു വരുമ്പം തന്നെ മറ്റൊരു അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. റീഹാബിലിറ്റേഷൻ്റെ ഒരു ഭാഗമാണതെല്ലാം. ശരിക്കും സയൻറ്റിഫിക് മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ, ശാസ്ത്രീയമായി നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു ശാസ്ത്രീയ വശമുണ്ട്. അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്നു സാധാരണ സാധിക്കാത്തതിനപ്പുറത്ത് എത്തുന്നത്. ഞാൻ പറയുന്നത് 5th ഗ്രേഡിലെ റീഹാബിലിറ്റേഷൻ എന്ന് വേണം പറയാൻ. 4th ഗ്രേഡ് 5th ഗ്രേഡ്, അതായത് അഡ്വാൻസ് ആണ്. വിശുദ്ധ കുർബാന കൃത്യമായി നമ്മുടെ തിരുമേനിമാരുടെ പേരൊക്കെ ഓർത്ത് തുപ്തേനി ചൊല്ലാൻ കഴിയുക, കൃത്യമായി എല്ലാം. അത് മലങ്കര ആരാധനക്രമം തെറ്റിക്കാതെ ചെയ്യണമെന്ന് പറയണമെങ്കിൽ 12 വർഷം പഠിച്ചാൽ നമുക്ക് തെറ്റുന്നു. അപ്പം ഇവർക്കത് ഒന്ന് അവർ ദൈവത്താൽ തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അതെ, ദൈവികമായ ഒരു ഇടപെടലിലൂടെ സാധിക്കും, അത് സംശയമില്ല. പക്ഷേ സയൻറ്റിഫിക് ഭാഗം നോക്കുമ്പോൾ, സയൻസ് നോക്കുമ്പോൾ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെ അത് പുനരധിവാസമാണ്. അവർ തിരികെ തിരിച്ചു കൊണ്ടുവരും സൂചനകൾ കൂടിയാണ്. അതാണ് സംശയമില്ല. അത് അവരിഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആകുമ്പോൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്ത് അവർ തിരിച്ചു വരുന്നുണ്ട്. അവർ നോർമലായി അവരെ കാണുക എന്നുള്ളതാണ്. അവരെ യഥാർത്ഥത്തിലെ മനോദൗർബല്യമുള്ളവരെ, മാനസിക രോഗിയെന്നോ ഒക്കെ പറഞ്ഞ് തള്ളിക്കളയാനല്ല. അതെ, അവരെ നോർമലായിട്ട് തന്നെ നമ്മളവരെ കാണാൻ തുടങ്ങിയ അവർ നോർമലാണ്. അതെ, നമ്മുടെ സമീപനം യഥാർത്ഥത്തിൽ വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും. അത് നമുക്ക് അവിടെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറാണ്. അതെ, അവർക്കാർക്കും അടച്ചുപൂട്ടപ്പെട്ട ഒരു ജീവിതമല്ല, അതിനപ്പുറത്ത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം അവിടെ ഉണ്ട്. വരുന്നവരവരോട് ആ ഒരു രീതിയിൽ പെരുമാറുന്നു. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, അഭിമന്യ ബാവത്തിരുമേനി ഇതിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും പിതാവിന് ഈ സ്ഥാപനത്തോട് വൈകാരികമായ ഒരു അടുപ്പവും ബന്ധമുണ്ട്. അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ച് പിതാവിന് വലിയ താല്പര്യങ്ങളുണ്ട്. പക്ഷേ അതിന് ഉപരിയായിട്ട് പിതാവ് കുറേ കൂടെ സമയം പലപ്പോഴും അവിടെ വരാനും ഈ ആളുകളോടൊത്തായിരിക്കാനും ഒക്കെ എടുക്കുന്നു. അത് പിതാവ് സ്ഥാപകൻ എന്ന നിലയിലല്ല യഥാർത്ഥത്തിൽ. പിതാവിനൊരു നൊമ്പരമാണ്. ഞാൻ പലയിടത്തും അവിടുത്തെ ശുശ്രൂഷകൾ പറഞ്ഞില്ല, ഞാൻ പബ്ലിക്കായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് സ്നേഹവീട് എന്ന് പറയുന്നത് 2008 ഫെബ്രുവരി മാസത്തിലെ അവസാനത്തിൽ അത് വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ഈ വേദനിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനം ഉണ്ടായിരുന്ന സമയമാണ് ഞാൻ കരുതുന്നു. കാരണം ആ സമയത്ത് പിതാവിന് വല്ലാത്തൊരു വേദനയുണ്ടായി. നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് അരമനയിലേക്ക് രാത്രിയിൽ പോവുകയാണ് പിതാവ്. ഈ വനിസിനിയുടെ കബറിൽ പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ പോകുമ്പം LICയുടെ ആ ബസ് സ്റ്റോപ്പിനടുത്ത് വൃദ്ധനായ ഒരു മാനസിക രോഗി തണുത്ത് വിറച്ച് ഇങ്ങനെ വിവസ്ത്രനായി കിടക്കുന്ന കണ്ടു. തിരുമേനി പിറ്റേ ദിവസം എന്നോട് പറഞ്ഞത്, അത് ഫെബ്രുവരി അവസാന ദിവസങ്ങളിലാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ബത്തേരിയിലുള്ളതുകൊണ്ടൊക്കെ അങ്ങനെ ഈ വ്യക്തിപരമായ സങ്കടങ്ങൾ, വേദനകളൊക്കെ പങ്കുവെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിതാവ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സഭയുടെ തലവനും പിതാവും കണ്ണു നിറഞ്ഞ് പറഞ്ഞ കാര്യമാണ്, ഹൃദയത്തിൽ വേദനയോട് പറഞ്ഞ കാര്യമാണ്. എൻ്റെ കത്തീഡ്രലിനും എൻ്റെ കിടക്കയ്ക്കും ഇടയിൽ ഇങ്ങനെ ആളുകൾ, എങ്ങനെ ഞാൻ അരമേനിൽ ജീവിക്കും? പക്ഷെ നമുക്ക് എത്രയും വേഗം ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം. അച്ഛനത് ചെയ്യാനൊക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനും ഇതേ ചിന്തയിൽ നടക്കുകയാണ്. എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ചിന്തകൾ. അത് കഴിഞ്ഞ് ഈ പിതാവ് ഇത് പറഞ്ഞ് പിറ്റേ ആഴ്ചയാണ് റൊമാനോ പത്രത്തിലൊരു വാർത്ത കണ്ടു. ഫെബ്രുവരി 25 മാർപ്പാപ്പ പറയുകയാണ്, ആരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് പ്രത്യേക പ്രവർത്തന സമയമായിരുന്നു എന്ന്. ഈ വേദനിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച്
ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രബോധനം നൽകുകയാണ്, ആരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മരിക്കരുത്. അത് ഈ എന്താണ് അക്കാഡമി ഫോർ ലൈഫ് അങ്ങനൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ അസംബ്ലിയിൽ മാർപ്പാപ്പ പറഞ്ഞതാണ്. അത് റോമാന പത്രത്തിനകത്ത് വായിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഒരു വേദന, പിതാവിൻ്റെ വേദന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹവീടിൻ്റെ പ്രവർത്തനത്തിൽ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തനം അത് ദൈവഹിതമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. അപ്പം ഞാൻ പറഞ്ഞത് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു വേദനയാണ്. ആ മുറിവാണ്, ആ വേദനയിൽ നിന്നാണ് സ്നേഹവീടുണ്ടായത്. ആ വാക്കുപോലും, സ്നേഹവീട് എന്നുള്ള വാക്കുപോലും അതിൽ നിന്ന് വന്നതാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഗ്രിഗോറിയോസ് തിരുമേനിയാണല്ലോ പാവങ്ങളുടെ തിരുമേനി. തിരുമേനിയുടെ ആധ്യാത്മികതയും തിരുമേനിയുടെ ജീവിതശൈലിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെ തിരുമേനി ഇഷ്ടപ്പെട്ടു. ഞാനും അതിനോട് ഒത്തിരി താല്പര്യപ്പെട്ട ആളാണ്. കാരണം ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് നമുക്കൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു അതിൻ്റെ പിതാവിൻ്റെ ആ സിമ്പിൾ ലൈഫും ഒക്കെ ഒരു എക്കോ ഫ്രണ്ട്ലി സ്പിരിച്വാലിറ്റി. പിന്നീട് ഞാൻ സ്നേഹപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത്, ഞാൻ ഒന്ന് ശ്രദ്ധ വെച്ചത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ എക്കോ ഫ്രണ്ട്ലി സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അതെൻ്റെ മനസ്സിൽ ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാം നിങ്ങളൊക്കെ പറഞ്ഞു ആട് വളർത്തുന്നു, കാട വളർത്തുന്നു, മീൻ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പലരും. പക്ഷേ അത് എക്കോ ഫ്രണ്ട്ലി സ്പിരിച്വാലിറ്റി ഗ്രിഗോറിയോസ് തിരുമേനിക്കുണ്ടായിരുന്നു. ആ എക്കോ ഫ്രണ്ട്ലി സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. പിന്നെ അറിവുള്ള ഈ സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ വന്ന് വരിക, ഡോക്ടർമാരൊക്കെ വരികയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് വലിയ തെറാപ്പിയാണ്. അതെ, ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി, അഗ്രികൾച്ചറൽ തെറാപ്പി, എൻവയോൺമെൻറ്റൽ തെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള തെറാപ്പി വളരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ നടത്തുന്നു എന്ന് ഇവർ ഇൻവോൾവ് ആകുന്ന ഒരു അന്തരീക്ഷം. അത് നമ്മൾ ശരിക്കും ഞാൻ തെറാപ്പി എന്ന രീതിയിൽ തെറങ്ങുന്നത് തെറാപ്പിക്ക് വേണ്ടിയല്ല. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യുക, അത് അവിടെ നടക്കുക. ഗ്രിഗോറിയോസിൻ്റെ പേര് വെച്ചാൽ മാത്രം പോരാ, തിരുമേനിയുടെ സ്പിരിച്വാലിറ്റി, അത് ഈ എൻവയോൺമെൻറ്റും എക്കോ ഫ്രണ്ട്ലിയുമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാണ് ഗ്രിഗോറിയോസ് തിരുമേനി. അപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അത് എൻ്റെ ഒരു ചിന്തയായിരുന്നു. അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ദിസ് ഈസ് സയൻറ്റിഫിക്, ഇത് വലിയ തെറാപ്പി സിസ്റ്റമാണ്, മൾട്ടിപ്പിൾ സിസ്റ്റമാണ്. അപ്പം പലരും പുറത്തുനിന്നൊക്കെ ഉള്ളവർ പഠിക്കാൻ വന്നപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജർമ്മനി നോക്കി ഇങ്ങനെ പലരും സയൻറ്റിസ്റ്റുകൾ പഠിക്കാൻ വന്നവർ ഇവിടെ സന്ദർശിക്കുകയും ഇവർ പങ്കുവെക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ഗ്രിഗോറിയോസ് തിരുമേനി സ്പിരിച്വാലിറ്റി ജീവിക്കാൻ നോക്കിയപ്പോൾ ഈ സയൻസ് ആവശ്യമുള്ള ഇവിടെ ഇത് അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഒരു മൾട്ടിപ്പിൾ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തു എന്ന് അത് ഇമ്മീഡിയറ്റ് നമുക്കത് ഫീഡ്ബാക്ക് കിട്ടി. പിന്നെ ഞാനത് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, കാരണം രണ്ടും ഒന്നിച്ച് വരുന്ന കാര്യമായതുകൊണ്ട്. ഈ ഒരു സ്നേഹവീടിൻ്റെ ലൊക്കേഷൻ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും അഭിമാനകരമായ പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരിടമാണ് ഈ നാലാഞ്ചിറയിലെ മാർ ഇവാനിയോസ് വിദ്യാനഗർ. പ്രശസ്തമായ ലോകപ്രശസ്തമായ മാർ ഇവാനിയോസ് കോളേജ്, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, സെമിനാരി, ഏതാണ്ട് 10-22 സ്ഥാപനങ്ങളും അതിൻ്റെ അനുബന്ധ ശുശ്രൂഷകളും നടക്കുന്ന ഒരിടം തന്നെ. പിതാവ് ഇതിനും സ്ഥലം മാറ്റിവെച്ചു. അതും കുറച്ച് സ്ഥലമൊന്നുമല്ല, വളരെ നല്ലൊരു ഏരിയ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുകയുണ്ടായി. എന്നിട്ടും ആ ക്യാമ്പസിന് ഈ ഒരു സ്ഥാപനം യാതൊരു പ്രയാസം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ക്യാമ്പസിലെ ഒത്തിരിയേറെ വിദ്യാർത്ഥികൾക്ക് നന്മ ചെയ്യാനുള്ള ഒരിടമായി അത് മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ വരികയും ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഈ ക്യാമ്പസിൻ്റെ ഒരു ഈ സ്നേഹവീട് ക്യാമ്പസിലുണ്ടാക്കിയ ഒരു എന്താണ് അതിൻ്റെ ഒരു നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ലഭ്യമാക്കി. അവിടുത്തെ NSS കുട്ടികൾ കോളേജിലെ പ്രത്യേകിച്ച് മാറി മനസ്സിലായി, അന്ന് ഇപ്പോഴത്തെ സിസ്റ്റം അല്ലായിരുന്നല്ലോ, പഴയ സിസ്റ്റം ആയിരുന്നല്ലോ, അവർക്ക് സമയം കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇച്ചിരി സമയം കിട്ടിയാൽ 60 പേരൊക്കെയാണ് സാറ്റർഡേ ഇങ്ങനെ വരുന്നത്. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യുന്നവരാണ്. എന്നിട്ട് ഇവിടെ എല്ലാവരും ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ഈ കുട്ടികൾ തന്നെ പറയാൻ തുടങ്ങി, അക്കാഡമിക് അവിടെ ലഭ്യമാണ്, ഈ അക്കാഡമിക് അല്ലാത്ത ലൈഫ് സ്റ്റൈൽ ലഭ്യമാകുന്നു. ഇവിടെ ജീവിതം എന്താണ് തിരിച്ചറിയുന്നു. ഇതിന് ഒരു നല്ല വേദി, പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് ധാരാളം കുട്ടികൾക്ക് അവിടെ വരുന്നത്, ഞാനതിന് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോളേജിലെ നമ്മുടെ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിന് അവർ ഒരു പേരും പെരുമയും ഇല്ലാതെ അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. ചില കുട്ടികളൊക്കെ വൈകുന്നേരം 3-4 മണിയാകുമ്പോൾ ഇങ്ങനെ വന്നാൽ ഇവരുടെ പാത്രം മുഴുവൻ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചിട്ട് പോകും. സൈലൻറ്റ് വർക്കാണ്. ചില 2-3 പേരായിട്ട് വന്നിങ്ങനെ അവിടെ വന്ന് നമ്മളൊന്നും പറയണ്ട,
അവരോട് ജോലി ചെയ്തിട്ട് അവരിങ്ങനെ വന്ന് അവർ എന്താണോ അവിടുത്തെ ജോലി അത് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ചിലർ വന്നിട്ട് മുടി വെട്ടി കൊടുക്കുന്നു, ചിലർ കുറേ നേരം വർത്തമാനം പറയുന്നു, എന്ന് ചിലർ നഖം വെട്ടി കൊടുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഇവരുമായിട്ട് ഇൻട്രാക്ഷൻ. ഇത് ഈ കോവിഡിന് വരുന്നിടം വരെയും നമുക്ക് ആ പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഒരു നമ്മളെല്ലാം റെസ്ട്രിക്ഷനുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കെല്ലാം വരാനും ധാരാളം കുട്ടികൾക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട് അവരുടെ ലൈഫിൽ. ആ സംശയമൊന്നുമില്ല. അവരുടെ ഫ്രീ ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇൻസ്പയർ ആകാൻ ഞാനത് എൻ്റെ ഒരു പ്രാർത്ഥനയും ഇങ്ങനെയുള്ള ആളുകൾ ഇൻസ്പിറേഷൻ കൊടുക്കാൻ കഴിയുന്നതിന് ഒരു കാര്യമാണല്ലോ. അവിടെ വന്ന് ജീവിതത്തെക്കുറിച്ചൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, യഥാർത്ഥ പച്ചയായ ജീവിതം തിരിച്ചറിയാനൊക്കെ യുവജനങ്ങൾക്കത് നല്ലൊരു അവസരമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു പട്ടത്തുള്ള ഒരു പെൺകുട്ടിയാണ്, IAS കിട്ടി ആണ്, അപ്പോൾ കൊല്ലം സബ് കളക്ടറായിരുന്നു. ആ കുട്ടിയുടെ കല്യാണത്തിന്, ഹിന്ദു കുട്ടിയാണ്, കല്യാണത്തിന് ഭക്ഷണം അവരുടെ പന്തലിൽ വിളമ്പുന്നതിന് മുമ്പ് ഇവർക്ക് കൊടുക്കണമെന്ന്, അന്ന് കൊല്ലം അസിസ്റ്റൻറ്റ് കളക്ടർ സബ് കളക്ടറാണ്, കൊടുക്കണമെന്ന് വാശിയോടുകൂടി അപ്പനോട് പറഞ്ഞ് അപ്പനെ പറഞ്ഞു വിട്ടു. നോക്കണം, അവിടെ കടന്നു പോകുന്നതിലൂടെ അവരുടെ ഇൻസ്പിറേഷൻ. ആ കുട്ടി അവിടെ വന്ന് അവിടെ ഇവൻസിൽ നിന്നല്ല, അല്ലാതെ അവരുടെ നഗറിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അവരുടെ നമ്മുടെ പട്ടത്ത് നഗറിൽ നിന്ന് അവിടെ ഭക്ഷണം കൊടുക്കാനൊക്കെ അവർ വന്നിട്ടുള്ളതാണ്. അത് അവർക്ക് വന്നൊരു അത് വരാൻ കാരണം സെൻറ്റ് മേരീസിലെ ഒരു കുട്ടിയാണ് ആദ്യം അവിടെ വന്നത്. ആ കുട്ടി പോയി അപ്പനോട് പറഞ്ഞു, അവരുടെ നഗറുകാരെല്ലാവരും വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ IAS കേഡറിലേക്ക് വന്ന ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. പാവപ്പെട്ട ഈ മനുഷ്യർക്ക് ആഹാരം കൊടുത്തിട്ടേ എൻ്റെ കല്യാണത്തിന് പന്തലി വിളമ്പാവുന്ന ഒരു നിർബന്ധം. നമ്മൾ പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ കുട്ടികളെ പലപ്പോഴും തെറ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കഴിഞ്ഞ അക്കാഡമിക് ഇയർ ആണെന്ന് തോന്നുന്നു, അഞ്ചലിൽ നിന്ന് ഞാൻ കുട്ടികളെ ഇതുപോലെ കുറച്ച് അവർ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് സ്നേഹവീട്ടിൽ വിട്ടിരുന്നു. ആ ഓണത്തിന് പൂക്കളം ഉണ്ടാക്കിയത് അവർ പച്ചക്കറി കൊണ്ട് പൂക്കളം ഉണ്ടാക്കിയിട്ട് ആ പച്ചക്കറി മുഴുവൻ കൊണ്ടുവന്നു സ്നേഹവീട്ടിലേക്ക് തരികയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അവർ ആ കുട്ടികൾ ഒരു വർഷം കഴിഞ്ഞ് അവരുടെ ഇവാലുവേഷൻ എഴുതി തന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയി ആ അക്കാഡമിക് ഇയറിൽ അവർ ചെയ്ത ഒരു കാര്യം അവർ എഴുതിയത് സ്നേഹവീട്ടിൽ പോയി അവരോടൊത്ത് സമയം ചെലവഴിച്ചാണ്. അവർ പിന്നീട് വീണ്ടും എന്നോട് വന്ന് പറഞ്ഞത് അവർക്ക് പോയി കുറച്ച് പ്രോഗ്രാം ഈ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഈ ഒരു പുതുതലമുറയിൽ ഇതുപോലുള്ള സംവിധാനങ്ങളും ശുശ്രൂഷ കേന്ദ്രങ്ങളും കൃത്യമായ ഒരു സന്ദേശം കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അച്ഛൻ്റെ അനുഭവം. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അതെ. അതുകൊണ്ട് നമ്മുടെ ഇതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും തന്നെ കേരളത്തിൽ ഈ പ്രത്യേക യുവജനങ്ങൾക്കും കുട്ടികൾക്കും നല്ല തുറവി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നതിനേക്കാൾ ഒരു നല്ല അടുത്ത ജനറേഷൻ്റെ ഫോർമേഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും തന്നെ അത് അവർ തുറവി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും തന്നെ, പ്രത്യേകിച്ച് ഈ മാനസിക ദൗർബല്യമുള്ള ആളുകൾ താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഓൾഡ് ഏജ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന യുവത്വത്തിലും ഈ സുമനസ്സുകൾ വളരെ സജീവമാണ്. ഇത്തരം സ്ഥാപനങ്ങൾ എന്നും നമ്മുടെ സമൂഹത്തിൽ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുമെന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അത് വെച്ചാൽ നമുക്ക് സ്നേഹപീഠിന് ഫോറിൻ ഒരു പൈസയുടെ മരുന്നില്ല. ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ആളുകളുടെ മാത്രം പൈസ കൊണ്ടാണല്ലോ അത് നടന്നു പോകുന്നത്. ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തുന്നത് നമ്മുടെ ആളുകളുടെ മാത്രം. നമ്മുടെ ആളുകൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ, വിവിധ സ്ഥലങ്ങളിലുള്ളവർ, പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് അവർ ഇന്ത്യൻ മണി അല്ലാതെ നമുക്കൊരു സോഴ്സില്ല. നമ്മൾ FCRO ATG ഒന്നും തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ അത് വേണ്ട എന്ന് പറയണം. കാരണം ദൈവത്തിൻ്റെ നന്മയിൽ അവർ ആൾക്കാർക്ക് ഇപ്പോൾ ഈ 9-10 മാസമായി മനുഷ്യരൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴും അനുദിന ദൈവം നടത്തുന്നത് അസാധാരണമാണ്. അത് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, സിസ്റ്റർ വെച്ചാൽ എന്തെങ്കിലും നമുക്കെല്ലാം സൂക്ഷിക്കണ്ടായി, അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, ദൈവം തന്നോളൂ, നമുക്കിന് എന്തായാലും നമ്മൾ ഹോസ്റ്റൽ കാർഡൊക്കെയായിരുന്നു. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് മേടിച്ച സാധനമില്ല, അങ്ങനെ രാജിവെച്ചാൽ അങ്ങോട്ട് തന്നു. പിന്നെ അപ്പം നമുക്ക് 2 ആഴ്ചത്തേക്ക് വേറെ എങ്ങും പോകണമെന്നില്ല. പിന്നെ പോലീസുകാരെയോ മണ്ണത്തിലെ പോലീസുകാർ എനിക്കറിയത്തില്ല, നമ്മളെ സഹായിച്ചത് അസാധാരണമായിട്ടാണ്. എനിക്ക് ആശാഴ്ചയിൽ മരുന്നിന് ഇച്ചിരി പ്രശ്നം. ഞാൻ ചങ്ങനാശ്ശേരി എന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഒന്നിച്ചെടുക്കുന്നത്. അപ്പം മരുന്ന് കൊണ്ടെത്തിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഞാൻ പോലീസുകാരെന്നും വന്ന് ചോദിക്കും, എന്തുവേണം വെച്ചാൽ ഭക്ഷണം വേണോ. സർക്കിൾ SIയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അവരെ. മണ്ണന്തല പോലീസ് ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മരുന്ന് വെച്ചിട്ടുണ്ടോ. ഞാൻ ഈ പാവങ്ങൾ പോലീസുകാർ എന്ത് ചോദിച്ചാൽ മരുന്ന് കിട്ടത്തില്ല, സൈക്കാട്ടിൽ വരുന്നില്ലയോ, കടക്കാരൻ
ഉണ്ടെങ്കിൽ പോലും കൊടുക്കുകയില്ല. ദുഃഖവെള്ളിയാഴ്ച 4 പ്രാവശ്യമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുറേശ്ശെ മരുന്നൊക്കെ എനിക്ക് മേടിച്ചു കൊടുത്തത്. നമ്മൾ പുറത്തു പോകുന്നില്ല. അപ്പോൾ അസാധാരണമായ സപ്പോർട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്നേഹവീടിന് പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ തന്നിരുന്നത്. നമുക്ക് നന്ദി, ഞാനത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ പ്രധാനമാണല്ലോ സാമൂഹ്യനീതി വകുപ്പ്. അങ്ങനെയൊക്കെയുള്ള പല ഗവൺമെന്റിന്റെ ആ ഒരു അനുഭവം 12 വർഷത്തെ പല കാര്യങ്ങൾക്ക് ഗവൺമെന്റിനെ സമീപിക്കേണ്ടി വന്നപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ അങ്ങനെ ഒരു പ്രയാസം നേരിട്ട ഒരു സമയമോ സന്ദർഭമോ അച്ഛൻ ഓർക്കുന്നു? പ്രയാസം എല്ലാത്തിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പം പലപ്പോഴും നമുക്ക് ലോകം മുഴുവനുമുള്ള ഒരു പോക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ലോകം മുഴുവനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം കുറയ്ക്കുക. വികസിത രാജ്യങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റോ ശരിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കുന്നത് വികസിത രാജ്യങ്ങളിലെ കെയർ ഹോമുകളുടെ ചിലവ് മുഴുവൻ സർക്കാരാണ് നടത്തുന്നത്. അതെ, വലിയ ഭാരിച്ച ചിലവാണ്. അല്ല, അവിടെയും സഭ നടത്തുന്ന സംരംഭങ്ങളിൽ സർക്കാരാണോ ശമ്പളം ഉൾപ്പെടെ സർക്കാരില്ലേ? ജർമ്മനിയിൽ അങ്ങനെയാണ്. അത് അങ്ങനെ തന്നെയാണ്. വികസിത രാജ്യങ്ങൾ, അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും ജർമ്മനിയിലും എല്ലാം സാറിൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പം സർക്കാരാണ് ഇതിൻ്റെ മുഴുവൻ ഓൺ ചെയ്തേക്കുന്നത്. ഭയങ്കര ചിലവാണ് സർക്കാരിനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു $10,000-15,000 കൂടുതലൊക്കെ ഒരു മാസം ഒരാൾക്ക് ചിലവാകും. ഇവിടെ ഒരു വർഷം $15,000 30 ലക്ഷം രൂപ നമുക്ക് സർക്കാർ തരാനില്ല. ഇത് ആൾക്കൊരു മാസം ചിലവാക്കും 30 ലക്ഷം രൂപയൊക്കെ. കാരണം നേഴ്സിന്, അവിടുത്തെ ഡോക്ടറിന്, പിന്നെ മറ്റു ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. ഇൻഷുറൻസ് പരീക്ഷ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, അതിന് 10 രൂപ പോലും വേണ്ട. അപ്പം വികസിത രാജ്യങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നടപ്പാക്കുകയും മതിയാവും. കെയർ ഹോമുകളിൽ ആളുകളില്ലാതിരിക്കുകയാണ് അവർക്കിഷ്ടം. കെയർ ഹോമുകളിലെ ആളുകളെ മുഴുവൻ തിരിച്ച് വീട്ടിൽ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് വീട്ടിൽ താമസിക്കുക എന്നുള്ളതാണ്. അത് കുട്ടിയായാലും സീനിയർ സിറ്റിസനായാലും പേഴ്സൺ ഡിസബിലിറ്റി ഉള്ള ആളായാലും വീട്ടിൽ താമസിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്നോ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി സീനിയർ സിറ്റിസൺ എന്നോ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇഷ്ടം. അതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് അത് നടപ്പാക്കാനാണ് എന്ന് പറഞ്ഞ് ഈ വികസിത രാജ്യങ്ങൾ അവരുടെ വലിയ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ത്യ പോലൊരു രാജ്യം പോയി ഇവരുടെ ട്രീറ്റിൽ ഒപ്പിട്ടിരിക്കുക, ഉടമ്പടികൾ ഒപ്പിട്ട് പോയില്ലേ. ഇപ്പം നമുക്കും ഇത് ചെയ്തേ മതിയാവും. ഇതൊരു പോളിസിയായി ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ BJP സർക്കാരെന്നോ LDF സർക്കാരെന്നൊന്നും പറയണ്ട. നമ്മൾ ഭാരതത്തിൻ്റെ നമുക്ക് മറ്റും കരാറുകളുടെ ഭാഗമാണ്. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം നമ്മൾ നടത്തിയേ ഒക്കത്തുള്ളൂ. അപ്പോൾ കരാറുകളിൽ ഉടമ്പടികളിൽ ഒപ്പിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ സ്ഥാപനങ്ങൾ നിർത്തലാക്കണം, സീനിയേഴ്സിൻ്റെ സ്ഥാപനങ്ങൾ നിർത്തലാക്കണം, ഇവരെല്ലാം വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ഇപ്പോൾ ചൈൽഡ് റൈറ്റുകാർ, സെൻട്രൽ ചൈൽഡ് റൈറ്റുകാർ കളക്ടർമാർക്ക് കത്ത് കൊടുത്തല്ലോ, 3 മാസത്തിനുള്ളിൽ മുഴുവൻ കുട്ടികളെ, അല്ല 3 മാസം 100 ദിവസത്തിനുള്ളിൽ മുഴുവൻ കുട്ടികളെ വീട്ടിൽ വിട്ടേക്കണം. വീടില്ലാത്ത കുട്ടികൾ അവിടെ പോകും. വീടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ മാത്രം കെയർ ഹോമിൽ നിർത്താൻ പാടില്ല. അതിന് ഒരു ജില്ലയിൽ 1-2 കെയർ ഹോം മതി വീടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി. ബാക്കിയുള്ളവരെല്ലാം ആരെങ്കിലും സ്വന്തക്കാരിലേക്ക് വിടണം. അതുകൊണ്ടാണല്ലോ സർക്കാർ സ്നേഹപൂർവ്വം പദ്ധതി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന് വേണ്ടിയാണ് സ്നേഹപൂർവ്വം പദ്ധതി കൊണ്ടുവന്നേക്കുന്നത്. വീടുകളിൽ താമസിക്കുന്ന കുട്ടികളെ സഹായിക്കുക ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും. അപ്പം അത് നേരത്തെ അപ്പം നമ്മൾ പറയുന്നത് ഈ സർക്കാരിൻ്റെ കുഴപ്പമല്ല. ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ഇൻ്റർനാഷണൽ ഉടമ്പടികളിൽ നമ്മൾ ഒപ്പിട്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്കിതെല്ലാം ചെയ്തേ ഒക്കത്തുള്ളൂ. അതിപ്പം മെൻ്റലി ഇല്ലെന്നും അത് തന്നെയാണ്. മെൻ്റലി ഇല്ലായിരുന്ന ആളുകളുടെ റിഹാബിലിറ്റേഷൻ, അത് ഷോർട്ട് ടൈം റിഹാബിലിറ്റേഷൻ, ലോങ് ടൈം താമസിപ്പിക്കാൻ പാടില്ല, അവരെല്ലാം വീട്ടിലേക്ക് വിടണം. നല്ലതാണ്, സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഹൃദയപൂർവ്വം പരിപാടിയിൽ ഇന്ന് നമ്മളോട് മനസ്സ് തുറന്ന് തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിച്ചത് തിരുവനന്തപുരത്ത് മാറിവാനീസ് വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് സ്നേഹവീടിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോഷുവ കന്നീരത്തച്ഛനാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത വ്യാഴാഴ്ച പ്രക്ഷേപണം ചെയ്യുന്നതാണ്.